Amritwani Life Quid Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, നമുക്കൊരു ഫാമിലി റൗണ്ടിലേക്ക് പോവാം. കണ്ടിട്ട് കുറെ നേരം അച്ചുകുട്ടിയും ഫാമിലി അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, വെൽക്കം അശ്വതി ആൻഡ് ഫാമിലി. കണ്ടോ കണ്ടോ കണ്ടില്ല, കേട്ടോ കേട്ടോ കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയ. എടാ ഞാൻ വീട്ടിലെത്തി. അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. കുറച്ചു നേരം വീട്ടുകാർക്കൊപ്പം ഒന്ന് ഇരിക്കാൻ കിട്ടുന്നത്. അപ്പ കിടന്ന് വിളിച്ചോളൂ. സുജേ, സുജേ. ഓ ദാ വരുന്നു. എടി ചിന്നുമോള് വിളിച്ചിരുന്നോ? അവളുടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാറായില്ലേ? മിന്നു ഇവിടെ കണ്ടില്ലല്ലോ. വന്നപ്പോ തന്നെ മക്കളുടെ കാര്യമൊക്കെ തിരക്കി. എന്നാ ഇവിടെ ഒരുത്തി വല്ലതും കഴിച്ചോ കുടിച്ചോ എന്നൊന്നും തിരക്കാൻ ആരുമില്ല. ഓ അങ്ങനെ. രാജുവേട്ടന്റെ സുജമോള് വല്ലതും കഴിച്ചോ, വല്ലതും കുടിച്ചോ? ഉവ്വ് രാജുവേട്ടാ, ഞാൻ കുറച്ചു മുൻപ് ഇത്തിരി ഉപ്പുമാവ് കഴിച്ചു. പച്ചമുളകിന് എരിവായതുകൊണ്ട് ഞാൻ അത് കളഞ്ഞു. കുഴപ്പമുണ്ടോ? ചിന്നു, മോളിതെപ്പോ വന്നു? ഞാൻ രാവിലെ വന്നു. അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കുറച്ചു മുമ്പ് കൂടി മോളുടെ പാട്ടൊന്ന് കേൾക്കുന്ന കാര്യം അച്ഛൻ വിചാരിച്ചതേ ഉള്ളൂ. ഹോ, തുടങ്ങി. എന്നെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ എപ്പോഴും പാട്ട് കേൾക്കണം. അവളുടെ പാട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കാനല്ലേ അച്ഛൻ ഫോണിൽ റിംഗ് ടോൺ ആക്കി വെച്ചിരിക്കുന്നത്? അത് ചെറുതിലെ പാടിയതല്ലേ. മോളിപ്പോ ഒരു പാട്ട് പാട്. നല്ല കുട്ടിയല്ലേ? ഓ, പാടാ എന്റെ രാജുമോനെ. കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം, ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം, ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ ആലില പൂന്തോണി, ഒന്നു വന്നു കൂട്ടിരുന്നു ഒന്നും മിണ്ടി മിണ്ടിയില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല.
കേട്ടില്ല കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ ആലില പൂന്തോണി ഒന്നു വന്നു കൂട്ടിരുന്നു ഒന്നും മിണ്ടിയില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല. ഓക്കെ ജഡ്ജസ്, അച്ചുവും അച്ചുവിന്റെ ഫാമിലിയാണ് ഇപ്പൊ പെർഫോം ചെയ്തത്. സൂപ്പർ. ആ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് നമ്മളിപ്പോ കണ്ടത്. അച്ഛൻ പൊട്ടെടുത്ത് കളഞ്ഞോ? ആ കളഞ്ഞു. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഞാൻ അമ്മയാണ്. ആണല്ലേ? അയ്യോ. എൻ്റെ പേര് സുജാത, ഹൗസ് വൈഫാണ്. ഓക്കെ. അച്ഛാ? അച്ഛൻ രാജേഷ്, ബിസിനസ്സായിട്ട് സ്പെയർ പാർട്സ് സിറ്റി ഒക്കെ. എവിടെയാണ്? ഗുരുവായൂർ. ഗുരുവായൂർ. ഓക്കെ. ഞാൻ അശ്വതിയുടെ കസിനാണ്, നീരജ. ഞാനൊരു കോപ്പി റൈറ്ററാണ്. ഓ ഓക്കെ, സൂപ്പർ. അമ്മേ, ഒരുപാട് കഷ്ടപ്പെട്ടാണെങ്കിൽ അഭിനയിക്കാൻ വന്നല്ലേ? എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഇതുപോലെയാണോ വീട്ടില്? അല്ല, അപ്പൊ അച്ഛൻ എങ്ങനെയാണ് വീട്ടിൽ? അച്ഛൻ എങ്ങനെയാണ് വീട്ടിൽ? അച്ഛൻ ഭയങ്കര സ്നേഹാണ്. അവനല്ലേ ഇപ്പൊ കണ്ടത്? കണ്ടേ? ഇതേപോലെ തന്നെ. അതാ ചോദിച്ചത്, ഇതുപോലെയാണോ? അപ്പൊ അമ്മ ആദ്യം പറഞ്ഞ അല്ലാന്ന്. അച്ഛൻ എങ്ങനെയാ അച്ചു? അച്ഛൻ ഇങ്ങനൊക്കെ തന്നെയാ, പാവാണ്. പിന്നെ ഈ പാട്ട് എടുക്കാൻ മെയിനായിട്ട് കാരണം അച്ഛൻ പണ്ട് ഗൾഫിലായിരുന്നു. ആ ടൈമില് ഞാൻ ചെറുതായിരിക്കുമ്പോ. നീ ഇപ്പോഴും ചെറുതാടാ. അതെ. താങ്ക് യു സാർ. അപ്പൊ ആ സമയത്ത് അച്ഛൻ എനിക്ക് എപ്പോഴും കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ആ ടൈമില്. അപ്പൊ അവിടുന്ന് വിളിക്കുമ്പോ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അച്ഛൻ എനിക്ക് ഇതിന്റെ ആദ്യത്തെ വരി പാടിത്തരും. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി പാടി കൊടുക്കുമായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കണക്ട് ഉണ്ടല്ലേ? അതെ. അച്ഛാ, അച്ഛനെ പറ്റി പറ കേക്കട്ടെ. അവളെല്ലാം നമുക്ക് എന്നും പ്രിയപ്പെട്ടവൾ തന്നെയാണ്. ഞങ്ങൾക്കും. അതെ. പിന്നെ ഈ സ്വഭാവം എന്നും കരച്ചിലൊന്നുമില്ല. വീട്ടില് ഞങ്ങളുടെ അടുത്ത് കുറച്ച് നിങ്ങളെ കരയിക്കലാണ് പരിപാടി. അല്ല, ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഗൗരവം. ആണോ? ഇവളോ ഗൗരവോ? അച്ഛന് ഗൗരവോ? അത് തല്ലൂടൊക്കെ ചെയ്യും, അതേപോലെ കരയും ചെയ്യും. അച്ഛന്റെ ഒരു കുരുത്തക്കേട് പറയൂ. അച്ചു ചെയ്തൊരു കുരുത്തക്കേട് അറിയാനൊരു കൊതി. എന്തായിരിക്കും അച്ചു ചെയ്തേക്കണേന്ന്? അനിയനായിട്ട് ഇത്തിരി അടിപിടിയാണ്. അനിയനായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ല. അതെന്തിനായാലും ഫുഡിനായാലും എല്ലാത്തിനും ആയാലും അവൾക്ക് ഇത്തിരി കൂടുതൽ എടുക്കണം. അങ്ങനെ പകുതി ആക്കണം. അങ്ങനെയൊക്കെ എങ്ങോട്ട് പോകുന്നു അച്ചു? അല്ല, അനിയനെ എന്താ കൊണ്ടുവരാൻ? ഞാൻ അവൻ വരുന്നില്ല. ഞാൻ കൊറേ വിളിച്ചു. പിന്നെ അതിനെ ഇട്ട് അടിച്ച് ഒരു മൂലരിട്ടോ പിന്നെ അതെങ്ങനെ വരും? ഫുഡും കൊടുക്കൂല, ഒന്നും ചെയ്യില്ല. ഞാൻ വരണോന്ന് സമ്മതിക്കോ അവൻ? നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അച്ചോ. ആണോ? എന്തൊക്കെയാ അച്ഛൻ ഉണ്ടാക്കാ? നൂഡിൽസ് ബുൾസൈ എന്നൊന്നും പറയില്ല പ്ലീസ്. ആളുടെ എന്തും നല്ല ഒരു കൈപ്പുണ്യുണ്ട്. ഓക്കെ. ഏതാണ് അച്ഛാ? ആള് കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കഴിക്കുള്ളൂ. അതില് ഈ വെണ്ടക്ക തോരനൊക്കെ അതിന്റെ സ്പെഷ്യലാണ് ആള്. അച്ചു എനിക്കിങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി കൊറേ ഇങ്ങനെ ഉണ്ടാക്കും. അടുത്ത തവണ വരുമ്പോ ഇച്ചിരി കൊണ്ടുവരുമോ? ഇച്ചിരി വെണ്ടയ്ക്കാത്തോരനും സദ്യയാവാം. ഓക്കെ. അപ്പൊ എന്തായാലും രണ്ടുപേരും ഒന്നിച്ചുള്ള ആ ഡാൻസ് പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. ഇനി കസിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. കസിന് കുറച്ചുകൂടെ അച്ഛനെ കുറിച്ച് പറയാൻ പറ്റുമായിരിക്കും. എനിക്കിപ്പം ഓർമ്മ വന്ന മെമ്മറി, ഇവിടെ ആദ്യം പാട്ട് പഠിക്കാൻ പോയതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വിജയദശമിയുടെ സമയത്താണ് പാട്ട് പഠിക്കാൻ കൊണ്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മായി കൊണ്ടുപോകുമ്പോ കരഞ്ഞ് ബഹളം വെച്ച് എനിക്ക് പോവണ്ടെന്നും പറഞ്ഞ്. ചുമ്മാതല്ല, എനിക്കതെപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ചു നേരം കൂടി നിന്നാ ചിലപ്പോ അത് കാണാം. അതെ. ഒന്നും കൂടെ അത് ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്. പെട്ടെന്നാവും, പെട്ടെന്ന് സങ്കടം വരും. ഓക്കെ. ഒന്നുകൂടെ ഒരു പാടാ, ഒരു കപ്പിൾ ഡാൻസ് കാണാൻ പറ്റുമോ ഞങ്ങക്ക്? അച്ചു നോക്കാന്ന്. അച്ഛനൊരു അച്ഛാ, ഡാൻസ് കളിക്കേണ്ട അമ്മയുടെ കൂടെയാ. അതെ. അതുമല്ല, പാറു ഒന്ന് സ്റ്റെപ്പ് പറഞ്ഞു തരണം. പറഞ്ഞു തരും. അച്ഛാ, അത് പക്ഷെ ആ ഒരു വൈബില് നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു പ്രണയം, അങ്ങനെ കണ്ണിലൊക്കെ നോക്കി കൈയൊക്കെ പിടിച്ച് അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പാറും മറ്റു രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് ഒന്ന് മാറി. സ്വപ്നങ്ങളാണ്
ചുമ്മാ വെക്കണ്ട. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ, നാടകം കെട്ടേണം കെട്ടേണം, ആലിപ്പൂ ചാർത്തേണം, ആലോലം പാടേണം, ചിറ്റാട കോടികൾ വാങ്ങേണം. കോടികൾ വാങ്ങണം. അയ്യോ, അച്ഛൻ പണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. വെറുതെ കോൺഫിഡൻസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റേജിൽ വന്നേലും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം പാട്ട് എങ്ങനെയുണ്ടായിരുന്നു. ശരത് സർ. അച്ചു സാർ നല്ല ഫാമിലി അച്ചു. അതെ, ഇവിടെ എനിക്ക് ഇഷ്ടമായി. യെസ്. നല്ല മോളും അത്ര സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും. അതങ്ങനെ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിന് ബാക്കി കാര്യം പറഞ്ഞ തമാശ വിട്ടിട്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മോഹൻ സിതാര സാറാണ്, ലിറിക്സ് കൈതപ്രം സാറാണ്, പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. മൂവി ഇഷ്ടം. നന്നായി പാടി അച്ചു. താങ്ക് യു സർ. നല്ല നല്ല രസമുണ്ട്. എനിക്ക് പിന്നെ ആകെ ഉള്ളത് ആ മോഹങ്ങളാണെന്നോ, അത് എങ്ങനെയാണ് അത് പാടുന്നത്? എൻ്റെ ഒരു എൻ്റെ ഒന്ന് പാടാമോ? മോഹങ്ങളാണിന്നോ ധീരേ ധാരാ, മോഹങ്ങളാണിന്നോ ധീതാരാ ദാ. മോഹങ്ങളാണിന്നോ. അതൊന്ന് സുഖമാവട്ടെ എന്ന് പാടി. അത് ഒരു ഗുമ്മില്ല. അതുമല്ല, അത് ഒരു ശരിയാക്കായിരുന്നു അത് കേട്ടോ. പിന്നെ ചിറ്റാട അച്ഛൻ്റെ അച്ഛൻ്റെ വരി, ചിറ്റാട കോടികൾ വാങ്ങണം. ആ കോടികൾ അവിടെ ടോൺ മാറി പെട്ടെന്ന് വേറെ ഏതോ ഒരു സ്ത്രീ നിന്ന് പാടുന്നത്. അത് അതിൻ്റെ മുമ്പിലത്തെ ലൈൻ പാടിയിട്ട് അതൊന്ന് പാടാമോ? താലിപ്പൂ ചാർത്തേണം, താലോലം പാടേണം, ചിറ്റാട കോടികൾ വാങ്ങേണം. ഇപ്പൊ എത്തി എങ്ങനെയോ കൊണ്ട് പിടിച്ചു കേട്ടോ. പിന്നെ അതുപോലെ ഒന്നും മിണ്ടിയില്ല. അതൊന്ന് പാടാമോ? ഒന്നും മിണ്ടിയില്ല. അല്ല, ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആക്ട് നല്ലതാണ്, വളരെ പോസിറ്റീവായിട്ട് നല്ല ഒരു എന്താ പറയുക, മനസ്സിൽ ഒരു സന്തോഷം, എപ്പോഴും ഒരു ഹാപ്പി ആയിട്ട്. ഒരു വിക്രമൻ്റെ സിനിമ കണ്ട പോലെ ഒരു കുടുംബപ്പടം, സന്തോഷമായിട്ട് തീരുന്ന, അടിപിടിയൊന്നും ഇല്ലാത്ത ഒരു സിനിമ കണ്ട പോലെ ഇരുന്നു. നല്ല അച്ഛനും അമ്മയും കേട്ടോ അച്ചു. അതുകൊണ്ടാണ് നിന്നെപ്പോലെ ഒരു നല്ല മോളവർക്ക്. അച്ഛനും അമ്മയും എപ്പോഴും നോക്കണം കേട്ടോ. അതേ പറയുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നന്നായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി. അച്ചുസേ മാം, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കണ്ടു കണ്ടു. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എപ്പോഴും ഈ പാട്ട് കേട്ടാലും മനസ്സിലെ ഒരു ഉണർവാണ്. സ്പെഷ്യലി ആദ്യം മുതൽ ആ പാട്ട് അവസാനിക്കുന്നത് വരെ എന്തോ ഒരു മാജിക്, എന്തോ ഒരു പോസിറ്റിവിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ മോഹൻ സാറിൻ്റെ അടുത്ത് നേരിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി, സാർ എന്താണ് ഇതിൻ്റെ അകത്ത് മാജിക്? അപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞു, സാറിന് ഈ സിംഫണി മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെ കുറേ ലേയേഴ്സ് അടിയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, കൗണ്ടർ വയലൻസും എല്ലാം പോകുന്നത്, സ്ട്രിങ്സ് എല്ലാം. അദ്ദേഹം ആ ഒരു സിംഫണി എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഒരു പ്രോഗ്രാം ഇതിനടുത്തുണ്ടായിരുന്നു. അപ്പം ഇതെപ്പോൾ പാടാൻ കയറിയാലും ഭയങ്കര രസമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എനർജിയും. അപ്പോൾ ഈ പാട്ട് സെലക്ഷൻ ഒരു വലിയൊരു കയ്യടി അച്ചു. എൻ്റെ ഫേവറേറ്റ് പാട്ടാണിത്. അത് മോൾ നന്നായി പാടിയത്. ശ്രുതി കുറച്ച് മോളുടെ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും അതിനെ ഒന്നും അത് എഫക്റ്റ് ചെയ്യാതെ മനോഹരമായിട്ട് പാടി. പിന്നെ വയ്യാണ്ടിരിക്കാന്നറിയാം, അതിൽ നിന്നും ഒക്കെ റിക്കവർ ആവുന്നതേ ഉള്ളൂ ശബ്ദം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മോളെ. എനിക്കത് ചില സ്ഥലങ്ങൾ ഇപ്പം അന്ന് പറഞ്ഞേക്കാം, ഈ രായും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മോള് കറക്റ്റ് ചെയ്യണം. പൂക്കുരുമ്പായി എന്നാ കേൾക്കുന്നത്, ചില ഭാഗങ്ങളൊക്കെ ഒരു കൊഞ്ചൽ വരുന്നുണ്ട്, അത് രസമാണ്. പക്ഷെ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഒന്ന് മോള് ശ്രദ്ധിക്കണം. ഓക്കെ, അത് കറക്റ്റ് ചെയ്താൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവിടെ അല്ലാതെ ഈ അനുപല്ലവിയുടെ തുടക്കം എന്തെല്ലാം അതിൻ്റെ ഫിനിഷിങ്ങിലൊക്കെ കുഞ്ഞു കുഞ്ഞ് പെർഫെക്ഷൻസ് ആവണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ വോയിസിൻ്റെ ഈ ഒരു സ്ട്രെയിൻ കാരണമാണെന്നുള്ളതും കണക്കിലെടുക്കുന്നു. എല്ലാം കൊണ്ടും സുന്ദരിയായി നിന്ന് വീട്ടുകാരിയൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചു. നല്ല രസമുണ്ടായിരുന്നു മോളെ.
താങ്ക് യു ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക, ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകത ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാറിൽ ഇരിക്കുന്നതുകൊണ്ട് പറയാണ്, ഇതിന്റെ വയലിൻസ് ഇപ്പം മഞ്ചേരി പറഞ്ഞ സ്ട്രിങ്സ് സെഷൻ അത് വായിച്ചതില്ല. രണ്ടുപേര് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരോട് അനുഭവങ്ങൾ ചോദിക്കണം. പിന്നെ ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ അവർ തുടങ്ങിയാലോ? മോഹൻ സിത്താരയുടെ ഒരുപാട് റെക്കോർഡിങ്ങിനെ വായിച്ചിട്ടുണ്ട്. ഒട്ടുമുക്കാൽ റെക്കോർഡിങ്ങും ചേതനയിലായിരുന്നു, സ്റ്റുഡിയോയിലായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് കൊച്ചിൻ സ്ട്രിങ്സ് എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ട്. നിനക്കൊരു 15 വയലിനൊക്കെ ഉണ്ടായിരുന്നു ആണല്ലേ? ഒരു മാസ്റ്റർ പീസ് ആണ്. സൂപ്പർ സോങ്. ജയിനും കൊടുക്കാൻ. ജയിനും തന്നെ പറയാനുള്ളത്. അല്ല, കാരണം അത് വലിയൊരു കാര്യമാണ്. കാരണം അതിന്റെ ഒറിജിനൽ വർക്ക് ചെയ്ത ആളുകൾ നമ്മുടെ കൂടെ പ്രസന്റ് ആവുക എന്ന് പറയുന്നത്. അപ്പൊ അച്ചു നന്നായിട്ട് പാടി. അച്ചു പിന്നെ അച്ചു നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. അത് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ അച്ചു. ഇതുപോലെ തന്നെ ഞാൻ കണ്ടൊരു ബ്ലെസ്ഡ് ഫാമിലി ഉണ്ട്. ഒരു അച്ഛനും അമ്മയും ഒരു മോളും. അത് ഇദ്ദേഹത്തിൻ്റെത് ആണ്. കാരണം ഞാൻ ഈ അതിരടി റിലീസ് ചെയ്യുന്നതിന് സമയത്ത് ഞാൻ പറയുന്നത് ഇന്ന ദിവസമാണ്, മര്യാദയ്ക്ക് പോയി കണ്ടോളെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എടാ ചെക്ക, നിന്റെ പടയല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് പോയി കാണുമായിരിക്കുന്നു. അപ്പൊ ഞാൻ റിലീസിന്റെ അന്ന് ഫസ്റ്റ് ഷോ, പിന്നെ നൂൺ ഷോ മാറ്റി, ആ സമയത്ത് ഞാൻ ചോദിച്ചു, മെസ്സേജ് പടം കണ്ടോ മനുഷ്യന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് വീഡിയോ കോൾ തിയേറ്ററിൽ 3 പേരും പോവാണ് സിനിമ കാണാൻ വേണ്ടി. അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അല്ല, ദിയയുടെ ഒരു കാര്യത്തിന് ഇവർ രണ്ടുപേരും എപ്പോഴും ചെറിയൊരു പ്രൊജക്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ ഇവരെല്ലാരും കൂടെ അസ്സലായിട്ട് പാടും. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ ഈ പാട്ടിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഞാൻ കേട്ടിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഈ പാട്ടിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഞാൻ കേൾക്കുന്നത്. എപ്പോഴും അല്ലെങ്കിൽ ദാസർ പാടിയിട്ടുള്ളതാണ് കേൾക്കാറില്ല. അതിപ്പം അതുകൊണ്ട് തന്നെ പിച്ച് ഷിഫ്റ്റ് നിർബന്ധമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടുള്ളൂ. പക്ഷെ രസമുണ്ടായിരുന്നു അച്ചോടെ നിന്ന് ആ ഒരു ഹോൾ ആക്ട്, അതുപോലെ കസിൻ സിസ്റ്റർ, അവരുടെ ഡാൻസ്, അല്ല മൊത്തത്തിൽ ആ ആക്ട് ഭയങ്കര ഒരു ഹോംലി ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി, സോയാബീൻ, വീട്ടിലെ ഊണ് ഒക്കെ കൊണ്ടുവരാം. ഓക്കെ, ശരി. ഓൾ ദ ബെസ്റ്റ്. ശരത് സർ. ചക്കരെ 9.31. താങ്ക് യു സർ. ചേച്ചി അച്ചു 9.2 മാർക്സ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.5. താങ്ക് യു. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.